വയനാട്ടിലേക്കാണ്. അവിടെ ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ വീണതിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. നിർമ്മാണ പിഴവില്ല എന്നും താപനില കൂടിയതുകൊണ്ടുണ്ടായ വിള്ളല് എന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. കൂലിപ്പണി രാജൻ എന്ന വിളിയിൽ അഭിമാനം. കരാർ വ്യവസ്ഥയിൽ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി ഉറപ്പാക്കണമെന്നും ആരെയും സംരക്ഷിക്കില്ല എന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത് എന്നാണ്, സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും അത് ഇതിൻ്റെ ഉറപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ വീട്ടിൽ കാണപ്പെട്ട വിള്ളലുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയതിനു ശേഷമുള്ള വിവാദങ്ങളാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ചാണ്ടിയൂമ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പരിഹാസത്തിന്, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അവരുടെയൊക്കെ പ്രതികരണത്തിന് കൃത്യമായ വ്യക്തമായ മറുപടി നൽകുകയാണ് മന്ത്രി, അല്ലേ? അമൃത, സുഹൈൽ, വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടിന് വിള്ളലുണ്ട് എന്നുള്ള പരാതിയെ തുടർന്നാണ് മന്ത്രി കെ രാജൻ അവിടെ സന്ദർശിച്ചത്. എന്നാൽ വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് അടക്കമുള്ള ടെസ്റ്റ് പരിശോധനകളുടെ ഭാഗമായി വരച്ച പെൻസിൽ മാർക്കാണ് റൂഫിൽ കണ്ടത് എന്നാണ്, അതാണ് അദ്ദേഹം ചുരണ്ടി മാറ്റിയതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. മാത്രമല്ല, വീട് ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എല്ലാ തരത്തിലും പരിശോധനകളും കഴിഞ്ഞ ശേഷം മാത്രമേ വീടുകൾ കൈമാറുകയുള്ളൂ എന്നാണ് മന്ത്രി രാജൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു പരിശോധന നടത്തിയതിൻ്റെ പേരിൽ തന്നെ കൂലിപ്പണിക്കാരൻ രാജനെന്നും മറ്റും വിളിച്ച് പരിഹസിക്കുന്നതിൽ തനിക്ക് അഭിമാനമേ ഉള്ളൂ. 5 കൊല്ലത്തെ മന്ത്രിപ്പണി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മുതലാളി രാജനെന്ന് ആരും വിളിക്കുന്നില്ലല്ലോ, കൂലിപ്പണിക്കാരനാണല്ലോ എന്നാണല്ലോ വിളിക്കുന്നത്, അതിൽ തനിക്ക് ആത്മാഭിമാനം ഉയരുന്നു എന്നാണ് രാജൻ പറഞ്ഞത്. എന്നാൽ തനിക്കെതിരെ പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ മറ്റും പരാതിക്കാരനായ നൗഫലിനെതിരെ ഒരു തരത്തിലുള്ള സൈബർ ആക്രമണവും ഉണ്ടാകരുതെന്നും മന്ത്രി രാജൻ അഭ്യർത്ഥിച്ചു. അത് ഒരു സൈബർ ആക്രമണം ആർക്കെതിരെയും പാടില്ല, അത് തനിക്കെതിരെയും പാടില്ല, മാധ്യമപ്രവർത്തകർക്കെതിരെയും പാടില്ല, നൗഫലിനെതിരെയും പാടില്ല, അത്തരമൊരു രീതി പിന്തുടരരുത് എന്നും കെ രാജൻ പറഞ്ഞു. എന്തായാലും വീടുകൾ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. അത്തരം പരിശോധനകളെല്ലാം, സുരക്ഷാ പരിശോധനകൾ എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ വീടുകൾ കൈമാറുകയുള്ളൂ. വീട് കൈമാറിയ ശേഷം ഇത്തരം പരിശോധനകൾ നടത്തുമെന്ന കാര്യം ഈ ഗുണഭോക്താക്കളുമായി ആലോചിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു എന്നും മന്ത്രി കെ രാജൻ ചോദ്യങ്ങൾക്ക് മറുപടിയായി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.